ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുരിശിലെ പീഡാനുഭവത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വലിയ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരിയുടെ മുകളിലേക്ക് കയറുന്നു. പിതാവ് തനിക്കൊരുക്കിയ പീഡാസഹനത്തിൻ്റെ മണിക്കൂറുകൾ കർത്താവ് സ്വീകരിക്കുകയാണ്. ഇനിയുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകൾ. അതും പിതാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ക്രമീകരിച്ച് കർത്താവ് ഭൂമിയോട് വിട പറയുന്നു. കർത്താവ് വഹിച്ച കുരിശ് നമുക്കെല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ക്രിസ്തുവിനെ അടുത്തനുഗമിക്കുന്ന നമുക്കെല്ലാവർക്കും ഇതുപോലുള്ള കുരിശിൻ്റെ വഴികളുണ്ട്. കാൽവരിയിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്ന കുരിശുകൾ. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ കുരിശുകൾ അർത്ഥമില്ലാത്തതും പലപ്പോഴും നന്മയാകാത്തതുമായിട്ട് മാറുന്നുണ്ട്. ഞാൻ വഹിക്കുന്ന കുരിശും ക്രിസ്തു വഹിച്ച കുരിശും തമ്മിൽ എന്താണ് സാമ്യമുള്ളത്? കർത്താവ് വഹിച്ച കുരിശ് നമുക്കെല്ലാവർക്കും രക്ഷയായി മാറി എന്നുള്ളതും നമുക്കെല്ലാവർക്കും ഇന്ന് പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതുമാണ്. ഞാൻ വഹിക്കുന്ന കുരിശുകൾ, ദൈവം എന്നെ ഏൽപ്പിച്ച കുരിശുകൾ എനിക്കും ചുറ്റുമുള്ളവർക്കും രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുന്നുണ്ടോ എന്ന് ഈ ദുഃഖവെള്ളി നമ്മോട് ചോദിക്കുകയാണ്. സങ്കടപ്പെട്ടും നിലവിളിച്ചും പരിതപിച്ചുമൊക്കെയാണ് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കുരിശ് വഴികളിലൂടെ മുമ്പോട്ട് പോകുക. പക്ഷേ ആത്യന്തികമായിട്ട് ഈ കുരിശുകൾ നമ്മളെയും കൂടെയുള്ളവരെയും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും അതിലുപരി രക്ഷയിലേക്കും നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. കുരിശുകൾ വഹിച്ചതുകൊണ്ടായില്ല, ഒത്തിരി കുരിശുകൾ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടുമായില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ ഒത്തിരി കുരിശുകളുമായിട്ട് യാത്ര ചെയ്യുന്നവരുമായിരിക്കാം. പക്ഷേ കുരിശുകൾ ആത്യന്തികമായിട്ട് നമ്മളെ രക്ഷയിലേക്കും നമ്മുടെ കൂടെയുള്ളവരെ ദൈവികമായ നന്മകളിലേക്കും നയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുരിശിൻ്റെ വഴികളെല്ലാം അർത്ഥമില്ലാത്തതായി ഫലരഹിതമായിട്ട് മാറുകയാണ്. ഈ ദുഃഖവെള്ളിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കാം. എൻ്റെ കുരിശ് വഴികളെ എങ്ങനെ രക്ഷാകരമാക്കാം, എൻ്റെ കുരിശുകളെ എങ്ങനെ ഉദ്ധാനത്തിലേക്കുള്ള ഉപകരണങ്ങളാക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.